സിനിജി, നൂർഖാൻ എയർബേസ് തകർത്തപ്പോഴാണ് പാകിസ്ഥാന്റെ നെഞ്ച് തകർന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ ഈ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചതെന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നത്. അമേരിക്ക ഇടപെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് ഇന്ത്യ തന്നെ പറഞ്ഞു അമേരിക്കയൊന്നും ഇടപെട്ടിട്ടില്ല, പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത്. പക്ഷേ ഇപ്പൊ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ നൂർഖാൻ എയർബേസ് അമേരിക്കയുടേതാണ്. എന്താ സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ നൂർഖാൻ എയർബേസ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ തന്ത്രപ്രധാനമായ ഒരു എയർപോർട്ടാണ്, അല്ലെ എയർബേസ് ആണെന്ന് പറയാം. കാരണം അവരുടെ സൈനിക ആസ്ഥാനം നിൽക്കുന്നത് റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയോട് ചേർന്ന് ഏതാണ്ട് VVIPകൾക്ക് ഉൾപ്പെടെ പോകാനൊക്കെയുള്ള സജ്ജമാക്കിയിട്ടുള്ള ഒരു എയർപോർട്ട് എന്ന രീതിയിലാണ് ഈ നൂർഖാൻ എയർപോർട്ടിൻ്റെ ഒരു പ്രാധാന്യം. ഇതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങളുടെ മുഴുവൻ കൺട്രോൾ യൂണിറ്റും പ്രവർത്തിക്കുന്നത് ഈ നൂർഖാൻ എയർപോർട്ടിലാണ്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ ആണവായുധങ്ങളുടെ സംഭരണവും അതിൻ്റെ നിയന്ത്രണവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇക്കാലം അത്രയും അമേരിക്കയാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവരുടെ തന്ത്രപ്രധാനമായ ഒരു എയർപോർട്ട് ഇക്കാലം അത്രയും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയായിരുന്നു. അപ്പോൾ ഇന്ത്യ പഹൽഗാമിനുണ്ടായ നമുക്കുണ്ടായ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടിന് തിരിച്ചടി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും പാകിസ്ഥാൻ്റെ ഈ ആർമി ബേസുകൾക്ക് നേരെയും അതുപോലെ തന്നെ ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ചുമ്മാതെ കയറി ഈ ആർമി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അത് വലിയ സംഘർഷത്തിലേക്ക് പോകും. അതിനു പകരം നമ്മൾ സാറ്റലൈറ്റിൻ്റെയൊക്കെ സാന്നിധ്യത്തോടെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ എടുത്ത് എവിടെയൊക്കെയാണ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ, ഭീകരവാദികൾക്ക് സൈനികർ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ, ഇവരെ ഒളിപ്പിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയാണ് 9 കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇതിനുശേഷം തന്ത്രപ്രധാനമായ എയർബേസുകളെ ലക്ഷ്യമിടുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വ്യോമ ആക്രമണം തിരിച്ച് നമുക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള എയർബേസുകൾ തകർക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടുത്തെ പാക് എയർഫോഴ്സിന് യാതൊരു തരത്തിലുള്ള അറ്റാക്കിനുള്ള സാധ്യതയുമില്ല. അങ്ങനെ ചെയ്തപ്പോൾ ഇന്ത്യ തന്ത്രപ്രധാനമായി കണ്ടത് ഈ നൂർഖാൻ എയർപോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ നൂർഖാൻ എയർപോർട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തന്ത്രപ്രധാനമായി മാറിയത്? അപ്പോൾ ഇന്ത്യക്കും സ്വാഭാവികമായും ചാരന്മാരുടെ ഒരു വലിയ കൂട്ടമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങളുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാലം അത്രയും പാകിസ്ഥാന് എല്ലാവിധ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് അകന്ന് നിൽക്കുകയും ഏതാണ്ട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആത്യന്തികമായി നമ്മളും പാകിസ്ഥാനുമായിട്ട് പലതവണ യുദ്ധം ഉണ്ടായപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനൊപ്പം നിന്ന ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ അമേരിക്കയെ ഒരു സംശയദൃഷ്ടിയോട് തന്നെ കാണുകയുള്ളൂ. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങൾ എയർബേസ് ഉണ്ടാക്കുക അവരുടെ ആവശ്യമാണ്. അവരെ സംബന്ധിച്ച് ചൈന, ഇന്ത്യ എന്നിങ്ങനെ ഏഷ്യയിലെ 2 വൻ ശക്തികൾ, ഈ 2 വൻ ശക്തികൾക്കിടയിൽ അവർക്ക് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു എയർബേസ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ കാലവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നത്. ഇവിടെയും ഈ നൂർഖാൻ എയർപോർട്ട് എന്ന് പറയുന്നത് ആണവായുധങ്ങളുടെ, ആണവ വിമാനങ്ങളുടെ, ഈ ആണവായുധം വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങളുണ്ട്, ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ നൂർഖാൻ എയർപോർട്ടിലാണ്. അപ്പോൾ നൂർഖാൻ എയർപോർട്ട് പാകിസ്ഥാൻ്റെ ആണെന്ന് പുറമേ ഒരു ചിത്രം വന്നെങ്കിലും ആന്തരികമായി അതിനെ കൺട്രോൾ ചെയ്യുകയും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അമേരിക്കയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലാണിത്. ഇതിപ്പോൾ പറയുന്നത് പാകിസ്ഥാനിലെ നയതന്ത്ര മേഖലയിലും സൈനിക മേഖലയിലും ഒക്കെ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണ്. അയാൾ തന്നെ ഒരു പോസ്റ്റിൽ ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ സ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് വ്യക്തമായി പുറത്തു പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് ഈ നൂർഖാൻ എയർബേസിലേക്ക് പാകിസ്ഥാന്റെ പോലും ആർമിയിലുള്ള ആളുകൾക്കോ പാകിസ്ഥാന്റെ നയതന്ത്ര വിദഗ്ധർക്കോ പോലും ഈ നൂർഖാൻ എയർബേസിലേക്ക് പ്രവേശനമില്ല. അമേരിക്കയുടെ അനുവാദമില്ലാതെ ഇതിന്റെ അകത്തേക്ക് പാകിസ്ഥാന് പോലും കയറാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ 2005-ൽ പാകിസ്ഥാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അമേരിക്ക ഹെലികോപ്റ്റർ വഴി ഇതിന് സഹായത്തിന് ആളുകളെ എത്തിച്ചത് നൂർഖാൻ എയർബേസ് വഴിയാണ്. അവിടെ നിന്നാണ് ഈ പാകിസ്ഥാനെ സഹായിച്ചത്. അതുപോലെ ഈ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധങ്ങൾക്കൊക്കെ അമേരിക്ക ഉപയോഗിക്കുന്നത് ഈ നൂർഖാൻ എയർബേസ് ആണ്. അപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായി ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ നെഞ്ചത്താണ് ഇന്ത്യ ആദ്യത്തെ മിസൈൽ അയച്ചുകൊണ്ട് പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയ്ക്കും കൂടിയാണ് ഇന്ത്യ പണി നൽകിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ 11 എയർബേസുകളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. അതിൽ ഒരെണ്ണം ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവ ശേഖരങ്ങൾ കൊണ്ടുപോകുന്ന വിമാനത്താവളം അമേരിക്കയുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെ തകർത്ത് തരിപ്പണമാക്കിയത്. അതായത് അമേരിക്ക പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു വിരൽ പോലും അനക്കരുത് എന്ന് ഇന്ത്യ കൃത്യമായി പറയുന്നുണ്ട്. ആ എയർബേസിൽ തൊട്ടപ്പോഴാണ് അമേരിക്കയ്ക്ക് നൊന്തത്.
അപ്പോഴാണ് അമേരിക്ക പറഞ്ഞത് വെടിനിർത്തലിന് ഞങ്ങൾ കൂടി പറഞ്ഞു, അതുകൊണ്ടാണ് ഇന്ത്യ നിർത്തിയത്. പക്ഷേ അത്തരത്തിൽ ഒരു ഈ വാർത്ത ബേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. കാരണം അമേരിക്കയുടെ നെഞ്ചത്ത് ചവിട്ടിയപ്പോൾ അമേരിക്ക കാല് പിടിച്ചിട്ടുണ്ടാകും എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നൊരു കാലുപിടുത്തം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഇന്ത്യയോട്. അല്ലാതെ മധ്യസ്ഥത എന്ന് വഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ പണി കൊടുത്തപ്പോൾ അമേരിക്കയ്ക്കും കൊടുത്തു, പാകിസ്ഥാനും കൊടുത്തു. അതാണ് ഇന്ത്യ, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഈ കാല് പിടിച്ചു എന്നല്ല പറയണ്ടത്. കാരണം ഇത് തന്ത്രപ്രധാനമായ എയർപോർട്ടാണെന്ന് തന്നെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അവിടേക്ക് പാക് ആർമിയിലെ പോലും ഉദ്യോഗസ്ഥർക്ക് പ്രവേശനമില്ല? അപ്പൊ അത് അമേരിക്കൻ സൈന്യത്തിന്റെ, അമേരിക്കൻ ഭരണകൂടത്തിന്റെ കൃത്യമായ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എയർബേസ് ആണ്. അതുകൊണ്ടാണ് അവിടെ VVIPകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ ഈ എയർപോർട്ട് വഴിയാണ് ആളുകളെ കൊണ്ടുപോവുക വരിക ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നൂർഖാൻ എയർപോർട്ടിന് അത്രയധികം പ്രാധാന്യമുണ്ട്. മാത്രമല്ല റാവൽപിണ്ടിയിലെ അവരുടെ സൈനിക ആസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ട് എന്നുള്ള ബേസും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം ആണവ ആയുധങ്ങളുടെയൊക്കെ ഒരു സംഭരണം നടക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടെങ്കിൽ വ്യോമസേനയ്ക്ക് പെട്ടെന്ന് പറന്നുയരാനൊക്കെ കഴിയുക. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായിട്ട് അവിടേക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളവിടെ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ റൺവേ തകർത്ത് ഏതാണ്ട് 18 അടിയോളം താഴ്ച വരെയുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടു. മാത്രമല്ല ഇവിടുത്തെ റൺവേക്ക് തന്നെ ഏതാണ്ട് 3000ഓളം മീറ്റർ നീളമുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും വലിയ റൺവേ ഉള്ള ഒരു എയർപോർട്ട്, ആ എയർപോർട്ടിൽ അമേരിക്കൻ സേനയുടെ വിപുലമായ സാന്നിധ്യം എല്ലായ്പ്പോഴും കാണുന്നു. നേരത്തെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ടൊരു 20 വർഷം മുമ്പ് വലിയൊരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. ഈ ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും പാനിക്കാകുമ്പോൾ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ പ്രത്യേക സൈന്യം പറന്നെത്തുകയാണ്. അത് ഹെലികോപ്റ്റർ ഉൾപ്പെടെ എത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അത് പക്ഷേ വലിയ സ്ഫോടനമൊക്കെയായി മാറിയാൽ ലോകം തിരിച്ചറിയും അമേരിക്കയ്ക്ക് അവിടെയും ഒരു ആണവ സംഭരണ കേന്ദ്രമുണ്ട്. നമുക്കറിയാം പാകിസ്ഥാൻ സ്വന്തമായി ആണവായുധങ്ങളൊന്നും നിർമ്മിച്ചിട്ടില്ല, മറ്റാരോ നൽകിയ ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സംശയിക്കാവുന്ന കാര്യം, അമേരിക്ക നൽകി. അപ്പോൾ അമേരിക്ക നൽകിയ ആയുധങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഈ ബേസിലേക്ക് പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും അവർ നിയന്ത്രിക്കുന്ന നയതന്ത്ര തലത്തിലെ ഉദ്യോഗസ്ഥർക്കും ഭരണകൂടത്തിലെ പ്രമുഖർക്കും മാത്രമാണ് പ്രവേശനമുള്ളത്. അങ്ങനെയുള്ള ഒരു എയർപോർട്ടിനെ നമ്മൾ ലക്ഷ്യം വെക്കണമെങ്കിൽ നമ്മൾ എത്രയോ കാലമായി ഇതിനെ നോട്ട് ചെയ്തിട്ടുണ്ടാകാം, എത്രയോ കാലമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അന്ന് ഭൂകമ്പം ഉണ്ടായ സമയത്ത് ആർമി അവിടേക്ക് വരുന്നു, വലിയ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നു. ഇവിടെ നമ്മൾ 11 എയർബേസുകളെ ആക്രമിച്ചപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ അമേരിക്ക നൂർഖാൻ എയർപോർട്ടിനെ തൊട്ടപ്പോൾ വളരെ പെട്ടെന്ന് രംഗത്തേക്ക് വരുന്നു. നമുക്കറിയാം ഈ പഹൽഗാം ആക്രമണം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അന്ന് JD വാൻസ് പറഞ്ഞിരുന്നു, ഞാനിത് നേരിട്ട് കണ്ടു. കാരണം തീവ്രവാദ പ്രവർത്തനം, ഭീകരവാദ പ്രവർത്തനം എത്ര രൂക്ഷമാണ്, ആ സമയത്ത് അവിടെ ആക്രമണം നടത്തുന്നു, ഇന്ത്യ എത്ര പക്വമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം നമ്മൾ സഡൻ ആക്ഷൻ ഒന്നും എടുത്തില്ല. ഇതേ JD വാൻസ് പിന്നീട് ഇന്ത്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അതെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് 2 രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യ പേടിച്ചു, നിർത്തി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ ഭരണകൂടം, പ്രധാനമന്ത്രി, സൈനിക മേധാവിമാർ എപ്പോൾ പറഞ്ഞെന്താ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അത് പാകിസ്ഥാൻ്റെ ആരാണോ അവർ നമ്മുടെ DGMOയെ വിളിക്കണം. അങ്ങനെ അവരുടെ DGMO വിളിച്ചതനുസരിച്ചാണ് ആ ഒത്തുതീർപ്പിലെത്തിയും നമ്മൾ വെടിനിർത്തൽ താൽക്കാലികമായി അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെയും നമുക്ക് തന്ത്രപ്രധാനമായ ഒരു കാര്യമുള്ളത്, അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള എയർബേസുകൾ സ്ഥാപിക്കാറുണ്ട്. ഇവിടെയും പാകിസ്ഥാനിലെ ഈ നൂർഖാൻ എയർബേസും അത്തരത്തിലൊന്നായിരുന്നു. ഇത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് വേണമെങ്കിൽ പാകിസ്ഥാൻ അമേരിക്ക സംയുക്ത എയർബേസ് എന്ന് പോലും പറയാവുന്ന രീതിയിലുള്ള ഈ നൂർഖാൻ എയർബേസ് നമ്മൾ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, കുറച്ചു കാലത്തേക്ക് താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചിട്ടിരുന്നു എന്ന രീതിയിൽ അവർ മാധ്യമങ്ങളിലടക്കം വാർത്ത കൊടുത്തു നൂർഖാൻ എയർപോർട്ട്. പക്ഷേ മെയ് 15 കഴിഞ്ഞിട്ടും ഇവർക്ക് ഇത് തുറക്കാനൊന്നും കഴിഞ്ഞില്ല. ഏതാണ്ട് ജൂൺ 15 വരെ വീണ്ടും ഇത് അടച്ചിടുന്നു. കാരണം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാതെ അവിടേക്ക് വിമാനങ്ങൾ പറന്നിറങ്ങുകയോ പറന്നുയരുകയോ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടത്തിന് പോലും അത് ഭീഷണിയാണ്. കാരണം ലോകത്തിന് മുന്നിൽ ഇന്ത്യ അത് തുറന്നു കാട്ടപ്പെടും. ഇവിടെ അമേരിക്കൻ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അമേരിക്കൻ സൈനിക കേന്ദ്രമായിരുന്നു, പാകിസ്ഥാൻ സൈന്യത്തിന് പോലും അവിടെ സാന്നിധ്യം വളരെയധികം നിഷ്കർഷിച്ചിരുന്നു, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇന്ത്യ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്ക് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ നൂർഖാൻ എയർബേസ് അറ്റാക്കിനെ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.